ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കഥോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഞാൻ 2 ആഴ്ചയായി എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നേ. പിന്നെ വയക്കോലും ഓലയൊക്കെ കൂടെ മടഞ്ഞെടുത്തതാണ് കേട്ടോ ഈ കതിർക്കൂട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ല, അതുപോലത്തെ ഒരു സംഭവമാണേ. ഇത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ശേഷം കതിർ എറിഞ്ഞിട്ട് നമ്മൾ പിടിക്കണം. അതാണ് ഭയങ്കര രസം കേട്ടോ, അത് കണ്ടു നിൽക്കാൻ തന്നെ. ഇത് കണ്ടോ, ഇങ്ങനെ എറിഞ്ഞിട്ട് നമ്മൾ പിടിക്കും. ഇങ്ങനെ എറിഞ്ഞു കിട്ടുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം എനിക്കും കിട്ടിയായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ ഉത്തരത്തിൽ കെട്ടിവെക്കും. അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ബാൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച് നിന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ്, അതായത് ഈ അരിപ്പൊടി കുഴച്ചിട്ട് തേങ്ങയും വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കതിരുത്സവം കാണാൻ പോകണമെന്നാണ് കേട്ടോ പണ്ടുള്ള ആളുകൾ പറയാറ്. ഈ ഒരു സമയത്ത് കതിരിനുണ്ടാക്കുന്ന ഈ ഒരു സ്പെഷ്യൽ പുട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വേറെ ദിവസങ്ങളിൽ ഉണ്ടാക്കി വെച്ചാൽ കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടുട്ടു. കുട്ടിയുടെ മുഖം വലിയ പ്രസാദമൊന്നും ഇല്ല കേട്ടോ. അവളുടെ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൻ്റെ ഇതാണേ, കാരണം അവളെ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ടുട്ടൂസിന് അതൊന്നും ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ രസകരമായ ഉത്സവങ്ങൾ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.